ഇദ്ദേഹത്തെ ഒരു ഷോർട്സ് മാത്രം ഇട്ട് മുണ്ടൊന്നും ഒരിക്കലും ഉടുക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല. ചിലപ്പോൾ പാൻറ് ഇടാൻ വേണ്ടി സമ്മതിച്ചേക്കാം. അത് മുണ്ട് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും സമ്മതിക്കത്തില്ല, ഷർട്ട് ഇടാനും സമ്മതിക്കത്തില്ല. കാരണം അത് വില കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോലീസിന്റെ തലയിലിരിക്കും. അതുകൊണ്ട് അതൊന്നും സമ്മതിക്കത്തില്ല. അപ്പം നിക്കറിട്ട് അല്ലെങ്കിൽ പാൻറ് ഇട്ട് ഷർട്ട് ഇടാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ കാണേണ്ടി വരും. ഇനി MLA ആയിട്ടുള്ള റേപ്പിസ്റ്റിന് എന്തെങ്കിലും പ്രത്യേക പരിഗണന നിയമത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിന്ന് ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കാം നേരെ പാലക്കാട് KPM ഹോട്ടലിലേക്ക് കൊണ്ടുപോവുക. KPM ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്നുമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടത്. അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റ്, ഈ ഫ്ളാറ്റിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റേതെങ്കിലും ഫ്ളാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ഫ്ളാറ്റ് ഒഴിയാൻ വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നല്ലോ. കാരണം അവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് നാണക്കേടായി തുടങ്ങിയതോടുകൂടിയിട്ടാണ്, അതായത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ച ഫ്ളാറ്റുകാരാണ് ഒന്ന് ഒഴിഞ്ഞു തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയത്.